വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇത് എന്റെ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇടുന്നതിലൂടെ തന്നെ എന്റെ ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ പറയാനും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ പേര്, സ്ഥലം, നാള്, അങ്ങനത്തെ വക സാധനങ്ങൾ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയിക്കൊള്ളാം. ഓക്കെ, അപ്പൊ ഇത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവർ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹായ്, ഇറ്റ്സ് മീ അമിന. ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്ത് നിന്നുമാണ്, ട്രിവാൻഡ്രം വഴുക്കല. എന്റെ വീട്ടില് ഉമ്മ, ഉപ്പ, അനിയത്തിയാണ് ഉള്ളത്. ഉപ്പ ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന് നിൽക്കാണ്, കുറച്ച് വിശ്രമിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു. അറിയില്ല ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഉമ്മ ഹൗസ് വൈഫ് തന്നെയാണ്. പിന്നെ അനിയത്തി ഇപ്പോൾ ടാക്സ് പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്തൊരു കോഴ്സിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട്, ബികോം കഴിഞ്ഞിട്ട്. അപ്പൊ ഇനി എന്നെ പറ്റിയിട്ടുള്ളതാണ്. എന്നെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കറന്റ് ഉള്ളത് കുവൈറ്റിലാണ്. നാട്ടില് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേറെ എന്തൊക്കെയാണ് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല, എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റോറി അല്ലെങ്കിൽ ഒരു കുട്ടി സ്റ്റോറി പറയാന്നുള്ള രീതിയിലാണ് വന്നത്. ഞാൻ LKG തൊട്ട് ഒരു 8ാം ക്ലാസ് വരെ ഞാൻ മന്നേനെ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് 8 തൊട്ട് 10 വരെ ഞാൻ വർക്കല ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് +2 ബയോളജി സയൻസ് ആയിരുന്നു. കാരണം സയൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ബയോളജി സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. അതിനുശേഷം നീറ്റ് എഴുതാം എന്നുള്ള ഒരു പരിപാടി നമ്മുടെ മനസ്സിൽ ഉദിക്കും. കാരണം നമ്മൾ ബയോളജി ആണല്ലോ പഠിച്ചത്. അപ്പോൾ നീറ്റ് എഴുതാമെന്ന് കരുതി 2 പ്രാവശ്യം നീറ്റ് എഴുതി. അപ്പൊ 2 പ്രാവശ്യം നീറ്റ് എക്സാം എഴുതി, 2 8 നില പൊട്ടി എന്നുള്ളത് വേറൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതങ്ങ് ഒരു ഇത് ഞാനങ്ങ് ഉപേക്ഷിച്ചു. കാരണം എനിക്കുള്ള പരിപാടിയല്ല എന്നുള്ളത് കാര്യം മനസ്സിലായി. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ചോയ്സ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആയിരുന്നു. ഡിഗ്രിക്ക് ഞാൻ ബയോളജി തന്നെ എടുക്കണം, എനിക്ക് സുവോളജി തന്നെ പഠിക്കണം എന്ന് കരുതി പോയി. പക്ഷേ അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞിരുന്നു ഓൾമോസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് വന്ന അലോട്ട്മെന്റ് എനിക്ക് SN വിമൻസ് അല്ലെങ്കിൽ മെൻസിലേക്ക് കിട്ടുന്ന അലോട്ട്മെന്റ് ആയിരുന്നു. നമ്മൾ നേരിട്ട് ചെന്ന് അപേക്ഷിക്കണമായിരുന്നു. അതിൽ ഞാൻ എന്റെ പ്രാർത്ഥനയിൽ കൊണ്ടുവന്നത്, പഠിച്ചവനെ എനിക്ക് മെൻസ് കോളേജ് തന്നെ കിട്ടണേ. കാരണം ഞാൻ മുന്നേ വന്ന ലൈഫിലൊന്നും എനിക്ക് അധികം ആഘോഷിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇതെനിക്ക് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു, കൂട്ടുകൂടാനുള്ള ഒരു സ്പേസ് എനിക്കില്ലായിരുന്നു. അന്നും ആരും തന്നെ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാല്. അപ്പോ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം മെൻസ് കോളേജിൽ നിന്നാൽ എനിക്ക് കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ആ ഒരു ടൈമില്. പക്ഷേ പഠിച്ചോൻ എന്റെ വിളി കേട്ടത് കൊണ്ടാവാം മെൻസ് കോളേജിന് പകരം എനിക്ക് കിട്ടിയത് വിമൻസ് കോളേജ് ആയിരുന്നു. അവിടെയും എനിക്ക് പഠിച്ചോൻ ഓപ്പോസിറ്റ് സൈഡാണ് തന്നത്. ഓക്കെ, വിമൻസ് കോളേജ് കിട്ടി. വിമൻസ് കോളേജ് കിട്ടിയതിനു ശേഷം പിന്നെ എന്റെ മനസ്സിലുള്ളത് എങ്ങനെയെങ്കിലും സുവോളജി തന്നെ എടുക്കണം എന്നുള്ളതായിരുന്നു. അതും അവിടെ നിന്ന് പരാജയമായി പോയി. അതും കിട്ടിയില്ല. അത് ലാസ്റ്റ് മിനിറ്റിൽ ഒരു കുട്ടി എടുത്തോണ്ട് പോയി. പിന്നെ എനിക്ക് കിട്ടുന്നത് BA മലയാളം ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, BA മലയാളം പഠിക്കാം. അപ്പോ എനിക്ക് എന്റെ ഒരു ലൈഫിൽ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാവട്ടെ അത് ലാസ്റ്റ് ടൈമിൽ എനിക്ക് കിട്ടത്തുള്ളൂ. അതെന്താന്നറിയില്ല, ഞാൻ ലാസ്റ്റ് ടൈമിൽ കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് എന്ത് ചെയ്തു, ലാസ്റ്റ് ഇയറിൽ ഒരു കോഴ്സായിട്ട് എനിക്ക് എന്ത് ചെയ്തു, സുവോളജി പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. അപ്പൊ എന്താ പറയാ, നമുക്ക് നമ്മുടെ മനസ്സിലുള്ളൊരു ഇത് കാണുമല്ലോ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു വിഷയം എന്താ പറയാ, നമുക്ക് മെയിനായിട്ട് എടുത്ത് പഠിക്കാൻ കിട്ടിയില്ലെങ്കിലും നമുക്കത് കിട്ടി എന്ന് അറിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളൊരു സന്തോഷം ഉണ്ടാവും. അത് ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് കിട്ടുകയുണ്ടായി. അപ്പോ അതിന് മാത്രം, വേറെ ഒരു വിഷയത്തിന് ഞാൻ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ അതിന് മാത്രം ഞാൻ 100ൽ 98 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ വളരെ സന്തുഷ്ടതയായിരുന്നു. അപ്പോ അത് ആ സൈഡിലേക്ക് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ എന്തെടുക്കണം എന്നുള്ള പരിപാടിയാണ്. നമ്മൾ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞല്ലോ, 3 ഇയറും കഴിഞ്ഞു. അപ്പൊ 3 ഇയർ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചത് MBA എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങൾ എന്തൊക്കെയാണോ അല്ലെ? കാരണം ഞാൻ ഫസ്റ്റിൽ എടുത്തത് ബയോളജി സയൻസ്, ദെൻ ഞാൻ എടുത്തത് മലയാളം ലിറ്ററേച്ചറാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇനി എന്തെടുക്കാം, MBA എടുക്കണോ, ബിസിനസ് എടുക്കണോ? കാരണം ഈ ഒരു കാറ്റഗറിയിൽ വരുമ്പോഴത്തേക്ക് ഇത് യാതൊരു ബന്ധവും ഇല്ലാത്ത, ഒരു കണക്ഷനും ഇല്ലാത്ത സബ്ജക്ട്സ് ആണ് ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളത്. അപ്പോ തന്നെ മനസ്സിലാവും ഒരു ജീവിത ലക്ഷ്യം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു MBA എടുക്കാം. അപ്പോ കുറച്ചുനാൾ മുതലേ എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ആര്യ, ഹർഷ, ട്വിൻസ് ആണ്. അപ്പൊ അവര് ലണ്ടനിലാണ് വളർന്നതൊക്കെ. എന്നാലും നാട്ടിൽ കുറച്ചു നാളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പഠിക്കുന്ന ടൈമിൽ ഇവര് എന്ത് ചെയ്യും, ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരാറുണ്ടായിരുന്നു ലണ്ടനിലെ. അപ്പൊ കുറച്ചുനാൾ മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ലണ്ടനിലേക്ക് ചെന്ന് പഠിക്കണമെന്നുള്ളത്. അപ്പൊ MBA അവിടെ നിന്ന് പഠിക്കാന്നുള്ള തീരുമാനത്തിലായി. പക്ഷേ അതും പൊളിഞ്ഞു. എന്തുകൊണ്ട് പൊളിഞ്ഞു?
കാരണം MBA അവിടെ എല്ലാവരും ഇപ്പൊ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു, ഈ പറഞ്ഞ കൂട്ടുകാരികളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എടാ ഞാൻ MBA പ്ലാൻ ചെയ്യുന്നുണ്ട്, അവിടെ എങ്ങനെയാണ് MBAക്ക് സ്കോപ്പ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്റെ പൊന്നു മോളെ നീ ഇവിടെ വരരുത്, ഇവിടെ ഒന്നാതേ എല്ലാരും വന്നിട്ട് പെട്ട് കിടക്കാന്നുള്ള രീതിയിൽ പറഞ്ഞത്. പിന്നെ എനിക്കും ആ ഒരു മൈൻഡ് സെറ്റില് ലണ്ടൻ എന്ന് പറയുന്ന ആ ഒരു ഇത് ഞാനും മാറ്റിക്കളഞ്ഞു. കാരണം എല്ലാരും ഇപ്പം ലണ്ടനിലേക്കാണ് പോകുന്നത്, എല്ലാരും. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് നമുക്കുള്ള പരിപാടിയില്ല. അതും അവിടെ എന്ത് ചെയ്തു, അവിടെ നിർത്തി. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു, പിന്നെ ഞാൻ എന്തെടുക്കും, എനിക്ക് എന്താ പഠിക്കാൻ പറ്റുക. അപ്പോഴാണ് എന്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട്, അവർക്ക് എങ്ങനെയും ഏവിയേഷൻ പഠിക്കാന്നുള്ളത്. പക്ഷെ ഏവിയേഷൻ അവൾ ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാന്ന് വെച്ചാല് അവൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വയ്യ. അപ്പൊ എന്ത് ചെയ്തു, അത് അങ്ങ് ഉപേക്ഷിച്ചു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ ഞാൻ എടുക്കാം, എന്നെ എടുത്ത് നോക്കിയാലോ എന്ന് കരുതിയിട്ട് ഞാനത് ഗൂഗിളിൽ തപ്പാണ് ഏതാ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഞാൻ ഫ്ലൈ സ്റ്റാർ ഏവിയേഷൻ അക്കാദമി ഉള്ളൂരുള്ള, ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളൂരുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയത്. അപ്പം അവിടെ ഞാൻ എന്ത് ചെയ്തു, ഓൺലൈൻ വഴി നോക്കിയപ്പോഴത്തേക്ക് ശ്രീദേവി എന്ന് പറഞ്ഞ മാമാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ആദ്യമായിട്ട് അസിസ്റ്റൻസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ആ മാം എന്റെ അടുത്ത് ഗൈഡും കാര്യങ്ങളൊക്കെ തന്നു. അപ്പൊ പക്ഷെ പറഞ്ഞ പൈസ 2 lakh ആയിരുന്നു, 1,80,000 ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു 1,80,000 ഓ മൈ ഗോഡ്. അപ്പൊ വീട്ടുകാരൊന്നും അധികം സപ്പോർട്ട് ചെയ്തല്ലോ. ഒന്നാമത് വാപ്പ തന്നെ എന്ത് ചെയ്തു, മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇതിലൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പറ്റില്ലായിരിക്കും, എടുക്കില്ല. പിന്നെ ഉമ്മച്ചി എന്റെ കൂടെ കട്ട് സപ്പോർട്ടാന്ന് നിന്നു. ഉമ്മ ചോദിച്ചു, ഉറപ്പല്ലേ നീ പഠിക്കില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ ശരിക്കും പഠിക്കാമ്മ. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ എത്തുന്നത്. അങ്ങനെ ഏവിയേഷൻ പഠിച്ചു. ഏവിയേഷനില് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാനത് എന്താ പറയാ കൊള്ളില്ലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് ബിൽഡ് മൈ കോൺഫിഡൻസ് എ ലോട്ട്. എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരു എന്താ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, ഫ്രണ്ട്സിന്റെ കിട്ടുന്ന കാര്യത്തിലാവട്ടെ, കോൺഫിഡൻസ് ആവുന്ന കാര്യത്തിലാവട്ടെ, ഒരാളുടെ അടുത്ത് മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. ചിലർക്ക് ഭയങ്കര പേടിയാണ്, ഒരു ഫിയർ ഉണ്ട് നമുക്ക്, അതുപോലെ തന്നെ സ്റ്റേജ് ഫിയർ. അപ്പൊ അതൊക്കെ ഓവർകം ചെയ്തത് ഞാൻ ഫ്ലൈ സ്റ്റാറിലൂടെ കേട്ടോ. അപ്പൊ എനിക്ക് ധൈര്യം പകർന്നിരുന്ന കൂട്ടുകാരികളും ഉണ്ട്. അല്ല, ഏറ്റവും അടുത്ത് പറയേണ്ടത് അനഘയാണ്, അനഘ അശോക്. ആൻഡ് ഓള് നല്ലൊരു ബിഗ് സപ്പോർട്ടറാണ്. ആൻഡ് ഐ വാസ് ട്രൂലി എന്താ പറയാ, എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. കാരണം അത്രയ്ക്ക് നല്ല കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇപ്പൊ കോളേജ് ലൈഫിലായിരുന്ന പോലും തന്നെ, വിമൻസ് കോളേജിലായിരുന്ന പോലും തന്നെ ഞാൻ വിമൻസ് വേണ്ട, മെൻസ് മതി എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ വിമൻസിൽ എനിക്ക് നല്ല കൂട്ടുകാരികളെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നിലനിൽക്കുന്ന കൂട്ടുകാരികൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അതിലൊക്കെ ഐ എം ട്രൂലി ബ്ലെസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഏവിയേഷൻ കോഴ്സ് എടുത്ത് ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ചെന്നൈ എയർപോർട്ടിൽ. അപ്പൊ ഞാൻ ചെന്നൈ എയർപോർട്ടിൽ എനിക്ക് കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞത്, ഞാൻ കുറെ പേരായിട്ട് അതിനുള്ള ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്, എങ്ങനെ നിങ്ങൾക്ക് ഏവിയേഷനിലേക്ക് എന്താ കളിച്ചുകൂടെ വെക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതിന് പക്ഷെ നിങ്ങളും കൂടെ പരിശ്രമിക്കണം. അതിനുവേണ്ടി നിങ്ങളത് എന്താ പറയാ, ഒരു ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യരുത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് കാലിക്കറ്റ് എയർപോർട്ടിൽ മുന്നേ തന്നെ എനിക്ക് ചെന്നൈ എയർപോർട്ടിലേക്കായിരുന്നു ഇന്റർവ്യൂ വന്നിരുന്നത്. ചെന്നൈയിൽ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ചെന്നൈ എയർപോർട്ടിലേക്കാണ് കിട്ടിയത്. വൺ വീക്കോളം ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം തന്നെ എന്ത് ചെയ്തു, ഞാൻ കാലിക്കറ്റിൽ അവർക്ക് സദേൺ റീജിയനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നുള്ള ഇത് കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്ത് കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് വന്നത്. കോഴിക്കോട് എയർപോർട്ടിൽ ഞാൻ 2 വർഷം വർക്ക് ചെയ്തു. ആൻഡ് കോഴിക്കോട് എയർപോർട്ടും നല്ലതായിരുന്നു, നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു ചുറ്റിനും ഉണ്ടായിരുന്നത്. ആൻഡ് അതിലും വലിയ സന്തോഷമുണ്ട് നല്ല ആൾക്കാരൊക്കെ കിട്ടിയതിൽ. അപ്പോൾ അതിനുശേഷം പിന്നെ കുവൈറ്റിലേക്കാണ് വന്നത്. അവിടെ നിന്ന് കൊണ്ട് തന്നെ എനിക്ക് ഒമാനിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഇവിടേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ അതിലും ഇതിന്റെ കുറെ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. കുവൈറ്റിലേക്ക് വന്നതും എന്റെ മെഡിക്കലും അങ്ങനത്തെ റിപ്പോർട്ട്സും കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഞാൻ ഓവർകം ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഒരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയാ, ഇത് തൊട്ട് ഇത് ഫസ്റ്റ് ആൻഡ് എൻഡ് എന്ന് പറയുന്നത് എന്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൂമെന്റ്സ് തന്നെയായിരുന്നു. അപ്പോൾ എന്താ പറയാ, ഒരു മന്യാന ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു ഏവിയേഷൻ ഫീൽഡ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഒരുപാട് ജേർണി ഉണ്ടായിരുന്നു, ഒരുപാട് ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ,
ബ്രേക്കപ്സ് അപ്പൊ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോ എല്ലാത്തിലും ഹാപ്പിയാണ്. പഠിച്ചു തരുന്ന എന്തിലും ഹാപ്പിയാണ്. അപ്പോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കമന്റ്സ് ഏവിയേഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ജോബ്സ് റിലേറ്റഡ് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ കണ്ടിട്ട് വെറുതെ പോകരുത്, സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് പോവുക. അപ്പോൾ താങ്ക് യു. ഇതായിരുന്നു എൻ്റെ ഒരു കുട്ടി സ്റ്റോറി ആൻഡ് താങ്ക്സ് ഫോർ ദ വാച്ചിങ്. ബൈ.